സ്നേഹനിധികളായ പ്രിയ മക്കൾക്ക് സനാതനം ബാലപാഠശാലയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതത്തിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. ഈ ആഴ്ച നമുക്ക് പറയേണ്ടത് യുധിഷ്ഠിരൻ നടത്തുന്ന രാജസൂയ യാഗവും ശിശുപാലന്റെ വധവുമാണ്. ഭീമസേനോടും അർജുനനോടും കൂടി ശ്രീകൃഷ്ണൻ ഇന്ദ്രപ്രസ്ഥത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം യുധിഷ്ഠിരൻ ഭഗവാന്റെ അനുഗ്രഹാശിസ്സുകളോടെ രാജസൂയം ആരംഭിച്ചു. അതിഥികളായി ക്ഷണിക്കപ്പെട്ടവരായ വ്യാസമുനി അടക്കമുള്ള മഹർഷിമാരും ദ്രോണർ, ഭീഷ്മർ, കൃപർ, ധൃതരാഷ്ട്രർ, വിതുരൻ എന്നിവരും ദുര്യോധനടക്കമുള്ള 100 പേരും ചാതുർവർണ്ണത്തിൽപ്പെട്ട ഒട്ടനേകം പേരും ഇന്ദ്രപ്രസ്ഥത്തിൽ എത്തിച്ചേർന്നു. അർഹരായ ബ്രാഹ്മണരെ കർമ്മികളാക്കി നിയോഗിച്ച ശേഷം മഹർഷി ശ്രേഷ്ഠന്മാരെ യാഗത്തിൻ്റെ ഋതിക്കുകളാക്കുകയും ഉപദേഷ്ടാക്കളായും തീരുമാനിച്ചു. ഇന്ദ്രാദി ലോകപാലകന്മാർ, മറ്റ് ദേവഗണങ്ങൾ, വിദ്യാധര ഗന്ധർവാദികൾ, മുനിമാർ, യക്ഷന്മാർ, രക്ഷസുകൾ, പക്ഷിവൃന്ദം എന്നിവയെല്ലാം അടങ്ങിയ ആ സദസ്സിൽ അഗ്രപൂജയ്ക്ക് അർഹരായവർ അനേകമുണ്ടായിരുന്നുവെങ്കിലും ആരെ വേണം ആദ്യമായി പൂജിക്കാൻ എന്നത് ചർച്ചാ വിഷയമായപ്പോൾ എല്ലാ ഗുണങ്ങളും തികഞ്ഞ ഭഗവാൻ ശ്രീകൃഷ്ണനാണ് അഗ്രപൂജ നൽകേണ്ടതെന്ന് സഹദേവൻ അഭിപ്രായപ്പെട്ടു. ഈ അഭിപ്രായം കേട്ട് സഭാവാസികളിലുള്ള സജ്ജനങ്ങളെല്ലാം ഹർഷാരവം മുഴക്കി അതിനെ പിന്താങ്ങി. രാജസൂയ യാഗത്തിൻ്റെ ആദ്യത്തെ ചടങ്ങ് അതിലേറ്റവും വിശിഷ്ടനായ ഒരാളെ പൂജിക്കുക എന്നുള്ളതാണ്. ആരെയാണ് ആ സദസ്സിൽ ആദ്യം പൂജിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ സഹദേവൻ പറഞ്ഞു, അത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. അപ്പോൾ അതിനെ ശരിവെച്ചുകൊണ്ട് സദസ്സിൽ നല്ലൊരു ശതമാനം ആളുകളും കൈകൾ കൂട്ടിമുട്ടിച്ചു. അവർ സന്തോഷം പങ്കിട്ടു. ഋതിക്കുകളുടെയും സഭാവാസികളുടെയും ആഗ്രഹപ്രകാരം ശ്രീകൃഷ്ണനാണ് എല്ലാം കൊണ്ടും അഗ്രപൂജയ്ക്ക് ഏറ്റവും അർഹനെന്ന് ബോധ്യം വന്ന യുധിഷ്ഠിരൻ അത്യന്തം സന്തോഷവാനായി. ഭഗവാനെ അഗ്രപൂജയ്ക്കായിട്ട് പീഠത്തിലിരുത്തി. ഭഗവാന്റെ പാദങ്ങളെ ക്ഷാളനം ചെയ്ത് തീർത്ഥമായ ആ ജലം സഭാര്യനായി താനും അനുജന്മാരും ബന്ധുക്കളും ശിരസിലണിഞ്ഞ് കൃതാർത്ഥനായി. അനന്തരം ഭഗവാൻ കിരീട കുണ്ടലാദി ആഭരണങ്ങളാണും പീതാംബരത്താലും ശോഭിച്ചു. സഭാവാസികളിൽ പലരും നമശബ്ദവും ജയഘോഷവും മുഴക്കിക്കൊണ്ട് പുഷ്പവർഷം ചെയ്തുകൊണ്ടും ഭഗവാനെ നമസ്കരിച്ചു. ദമഘോഷപുത്രനായ ശിശുപാലൻ സഭയിൽ ഇതെല്ലാം കണ്ടും കേട്ടും കൊണ്ടിരുന്നു. അദ്ദേഹം കൈയുയർത്തിപ്പിടിച്ചുകൊണ്ട് എഴുന്നേറ്റ് അമർഷത്തോടെ ശ്രീകൃഷ്ണനെ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുവാൻ തുടങ്ങി. ലോക നമസ്കൃതരായ മഹർഷി ശ്രേഷ്ഠന്മാരും മറ്റ് മഹാത്മാക്കളും സന്നിഹിതരായിരിക്കെ വെറും ഒരു പശുപാലനായി ജനിച്ച ഈ കൃഷ്ണനെ എന്തിനാണ് നിങ്ങൾ പൂജിച്ചത്? ഇതൊട്ടും ശരിയായില്ല എന്ന് തുടങ്ങി ശ്രീകൃഷ്ണനെ ശകാരവർഷം കൊണ്ട് മൂടി. ഭഗവാനെ നിന്ദിച്ചുകൊണ്ടുള്ള വാക്കുകൾ കേട്ട സഭാവാസികൾ അപ്രകാരം കേൾക്കുന്നത് തങ്ങളുടെ പുണ്യത്തെ ക്ഷയിപ്പിക്കുമെന്ന് ഭയന്ന് അവരുടെ ചെവിയെല്ലാം പൊത്തി. എന്നിട്ട് സഭ വിട്ട് ഓടിക്കളഞ്ഞു. ഭഗവാനാകട്ടെ അതെല്ലാം കേട്ടിട്ടും അക്ഷോഭ്യനായി യാതൊരു കോപവുമില്ലാതെ ഇരുന്നു. പാണ്ഡവരാകട്ടെ ശിശുപാലനെ വധിക്കുവാൻ ആയുധങ്ങളും എടുത്ത് എഴുന്നേറ്റു. ശിശുപാലനും വാളും പരിചയവുമായിട്ട് യുദ്ധസന്നദ്ധനായി. ഈ അവസരത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ എഴുന്നേറ്റു. സ്വപക്ഷക്കാരെ വിലക്കിയിട്ട് തൻ്റെ ചക്രായുധത്താൽ ശിശുപാലന്റെ ശിരസ് ഛേദിച്ചു. സദസ്സിൽ ശബ്ദകോലാഹലം ഉയർന്നു. ശിശുപാലന്റെ പക്ഷക്കാർ ജീവനും കൊണ്ടോടി. സർവരും നോക്കി നിൽക്കെ ശിശുപാലന്റെ ശരീരത്തിൽ നിന്നും ഒരു ദിവ്യ തേജസ് ഉയർന്ന് ഭഗവാനിൽ ലയിച്ചു. അങ്ങനെ ഹിരണ്യകശിപു, രാവണൻ, ശിശുപാലൻ എന്നീ 3 ജന്മങ്ങളിലും ഭഗവാനോട് വിദ്വേഷം വളർത്തിയെടുത്ത ജയൻ സനകാദികളുടെ ശാപത്തിൻ്റെതായി ജയവിജയന്മാരായി തീർന്നവർ വീണ്ടും ഭഗവാന്റെ പാദങ്ങളെ പ്രാപിച്ചു. ഇവിടെ ശിശുപാലൻ എന്തുകൊണ്ടാണ് ഭഗവാനെ നിന്ദിച്ചത്? ശിശുപാലൻ മുൻ ജന്മത്തിൽ ദേവനായിരുന്നു. അദ്ദേഹം
ജയവിജയന്മാർ എന്നറിയപ്പെട്ട അവരായിരുന്നു. സനക ഋഷിയെ അവഹേളിച്ചു. വിഷ്ണുവിനെ കാണാൻ ചെന്നപ്പോൾ അകത്തേക്ക് കടത്തിവിട്ടില്ല. അങ്ങനെയാണ് അദ്ദേഹം ഇവർ രണ്ടുപേരെയും ശപിച്ചു കളയുന്നത്. അങ്ങനെയാണ് അതിൽ ജയൻ ശിശുപാലനായിട്ട് ജനിക്കുകയും ഭഗവാന്റെ കൈകൊണ്ട് മരിച്ചു മോക്ഷം ലഭിക്കുമെന്നും പറയുന്നു. അതുകൊണ്ടാണ് സുദർശന ചക്രം, ഭഗവാന്റെ ചക്രം ഉപയോഗിച്ച് തന്നെ ശിശുപാലൻ മരണപ്പെടുകയാണ് ചെയ്യുന്നത്. പ്രിയ മക്കൾ, ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോൾ ധാരാളം അതിശയോക്തികളുമെല്ലാം നിറഞ്ഞതാണ് നമ്മുടെ മഹാഭാരത കഥ. എന്നാൽ ഈ കഥയെല്ലാം ഇവിടെ നടന്നതാണ്. ഇതിഹാസം എന്ന വാക്കിൻ്റെ അർത്ഥം ഇവിടെ സംഭവിച്ചത് എന്നാണ്. കാലാന്തരത്തിൽ അതിശയോക്തികളുമൊക്കെ അതിൽ വന്നിട്ടുണ്ട്. എന്നാൽ കൂടിയും 5000 വർഷം മുമ്പ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് മഹാഭാരത യുദ്ധം നടന്നു. 10000കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ത്രേതായുഗത്തിൽ ശ്രീരാമൻ സീതയെ വീണ്ടെടുക്കാൻ വേണ്ടി ലങ്കയിൽ ചെന്ന് രാവണാദികളെ കൊന്നുള്ള യുദ്ധവും നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ആയതിനാൽ മഹാഭാരത കഥ നമുക്ക് അടുത്ത ആഴ്ചയും തുടരാം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.